കേരളത്തിനൊപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്ന അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കയറുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. DMK തുടരുമോ വീഴുമോ എന്നത് മാത്രമാണ് തെരഞ്ഞെടുപ്പിലെ ഏക ചോദ്യം. 2021 234 അംഗ നിയമസഭയിൽ 159 സീറ്റുകളുമായാണ് 13 പാർട്ടികളടങ്ങിയ DMK സഖ്യം അധികാരത്തിലെത്തുന്നത്. 2016 136 സീറ്റ് നേടിയ AIADMK NDA സഖ്യത്തിന് അതേസമയം 75 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. AIADMKക്ക് 66 സീറ്റ് ലഭിച്ചപ്പോൾ BJPക്ക് 4-ഉം PMKക്ക് 5-ഉം എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില. 2026 പക്ഷേ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ DMK സഖ്യം സുശക്തമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാര്യമായ കൊഴിഞ്ഞുപോക്കുകളോ പടലപ്പിണക്കങ്ങളോ സഖ്യത്തിലില്ല. MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ മുന്നണി ഒറ്റക്കെട്ടായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തുടർഭരണം പ്രതീക്ഷയിലുണ്ട്. കർഷകരുടെ ഇടയിലും ഡെൽറ്റ മേഖലയിലും ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെങ്കിലും DMK വിരുദ്ധ വോട്ടുകൾ ചിന്നിപ്പോകുമെന്ന കണക്കുകൂട്ടലിലാണ് പാർട്ടി നേതൃത്വം. 2021 നിന്ന് വ്യത്യസ്തമായി വിജയ് എന്ന ഫാക്ടർ തമിഴ്നാടിൻ്റെ തെരഞ്ഞെടുപ്പിനെ വേറിട്ട് നിർത്തുകയാണ്. AIADMKയും BJPയും ഒരുമിച്ച് നിൽക്കുമ്പോഴും വിവിധ സർവേകളിൽ വിജയുടെ പാർട്ടിയായ TVKയുടെ മുന്നേറ്റം പ്രവചിക്കുന്നുണ്ട്. മാത്രമല്ല, ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലെത്തുന്ന തമിഴ്നാട്ടിലെ വോട്ടർമാരിൽ 20% ജെൻസി വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരാണ്. കണക്കെടുത്ത് നോക്കിയാൽ തമിഴ്നാട്ടിലെ ജെൻസി വോട്ടർമാരുടെ എണ്ണം 1 കോടിയിലധികം വരും. ഇവരിൽ ഭൂരിഭാഗവും ആദ്യമായി വോട്ട് ചെയ്യുന്നവരാണ്, കൗമാരക്കാരാണ്. ഇവരുടെ ഇടയിൽ TVK വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. എന്നാൽ ഈ സർവേകൾ സംബന്ധിച്ച ആധികാരികത എത്രത്തോളം ഉണ്ടെന്ന് പറയാനുമാവില്ല. പല സർവേകളിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രണ്ടാമനായി ഉയർത്തിക്കാണിച്ചതും വിജയ് ആണെന്ന് ശ്രദ്ധിക്കണം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വിജയെ നോവിക്കാതെയും പരസ്യമായി ലക്ഷ്യമിടാതെയും BJP അടക്കം പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് പോകുന്നത്. TVKയുമായുള്ള സഖ്യവും BJP ആഗ്രഹിക്കുന്നുണ്ട്. കരൂർ ദുരന്തത്തിലടക്കം വിജയെ കാണാനും ആശ്വസിപ്പിക്കാനും BJP തിടുക്കം കൂട്ടുന്നത് നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കെ വിജയെ കാര്യമായി എതിർക്കാതെയും പ്രകോപിപ്പിക്കാതെയുമുള്ള സമീപനത്തിനാണ് തമിഴ്നാട് BJP ഘടകത്തിന് അമിത്ഷാ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ BJPയെ പ്രത്യയശാസ്ത്ര ശത്രുവും DMK രണ്ടാമത്തെ ശത്രുവുമായി കാണുന്ന വിജയ്ക്ക് BJPയുമായി ചേരുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കരൂർ ദുരന്തത്തെ തുടർന്ന് TVKയും വിജയും നേരിട്ട പ്രതിസന്ധി ഇനിയും മറികടന്നിട്ടില്ല. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ആരുമായി സഖ്യമുണ്ടാക്കുമെന്നാണ് അറിയാനുള്ളത്. അതിന് BJPയെ തിരഞ്ഞെടുത്താൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ DMK വലിയ വെല്ലുവിളി നേരിടേണ്ടി വരും. AIADMK അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമിയും വിജയ്ക്കെതിരെ ശത്രുത വേണ്ടെന്ന നിർദ്ദേശമാണ് പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത്. വിജയെ മുന്നണിയിലെത്തിക്കാനോ ഒരുപക്ഷെ തൂക്കുമന്ത്രിസഭ വരികയാണെങ്കിൽ വിജയുടെ പിന്തുണ ഉറപ്പിക്കാനോ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJPയും AIADMKയും അടക്കമുള്ളവർ. എന്നാൽ വിജയ് ഇത്തരം സാധ്യതകളോടൊക്കെ മുഖം തിരിച്ചു നിൽക്കുകയാണ്. DMK പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട യോഗങ്ങൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. AIADMKയുടെ പ്രകടന പത്രിക രൂപീകരണത്തിനായി പ്രത്യേക സമിതി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ജനുവരി 9 മുതൽ സന്ദർശനത്തിന് ഒരുങ്ങുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അന്തിമഘട്ടത്തിലും DMKക്കെതിരെ ആരെന്ന ചോദ്യത്തിന് ഇനിയും തമിഴകത്തിന് ഉത്തരമില്ല എന്നാണ് സത്യം. BJP AIADMK സഖ്യത്തിലേക്ക് ഇനി ആരൊക്കെ എത്തുമെന്നും വ്യക്തമായിട്ടില്ല. PMKയിലെ അൻപുമണി രാമദാസ് വിഭാഗവും തമിഴ് മാനില കോൺഗ്രസും BJPയുടെ സഖ്യത്തിൽ ഇപ്പോൾ തന്നെയുണ്ട്. എന്നാൽ സിനിമാ നടൻ വിജയകാന്തിൻ്റെ DMDK, TV ദിനകരൻ്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം, OPSൻ്റെ പാർട്ടി, ശശികലയെ പിന്തുണയ്ക്കുന്ന വിഭാഗം ഇവരെല്ലാം എവിടെ നിൽക്കുമെന്ന് കണ്ടറിയണം. കഴിഞ്ഞ തവണ 234 സീറ്റിൽ മത്സരിച്ച സീമാന്റെ നാം തമിഴർ കക്ഷി ഇത്തവണയും മത്സരരംഗത്തുണ്ട്. ഇങ്ങനെ ഏറെ സങ്കീർണമായൊരു വിധിയെഴുത്തിൽ DMK വിരുദ്ധ വോട്ടുകൾ ചിഹ്നിച്ചിതറുമെന്നാണ് സ്റ്റാലിൻ അടക്കമുള്ളവരുടെ കണക്കുകൂട്ടൽ. ഇത് വിജയം സുനിശ്ചിതമാക്കുമെന്നും പാർട്ടി കരുതുന്നു. അങ്ങനെയെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി കരുണാനിധിക്ക് കഴിയാത്ത ഒരു നേട്ടം, തമിഴ്നാട്ടിൽ DMKക്ക് തുടർഭരണം ലഭിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും തമിഴ്നാട്ടിലെ ഭരണവിരുദ്ധ വികാരമെന്നത് ഒരു നിർണായക ശക്തിയായി തുടരുകയാണ്. DMK സഖ്യത്തിൻ്റെ ശക്തിയെ മറികടക്കാൻ കഴിയുന്ന വിശാലമായൊരു പ്രതിപക്ഷ സഖ്യമുണ്ടായാലേ തമിഴ്നാട്ടിൽ DMKയെ അധികാരത്തിൽ നിന്ന് വീഴ്ത്താൻ കഴിയൂ. അതിനുള്ള സാധ്യതകൾ ഇപ്പോഴും വിദൂരമായി തുടരുകയാണ്.